ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ അരിഷ്ടാസുരവധം വരികൾ സഹിതം തുടരുന്നു. മല്ലയുദ്ധം കാൺമതിന്നു ജനത്തിനും എല്ലാമിരിപ്പതിനും മാടഹർമ്മ്യങ്ങൾ മല്ലരംഗമതും മറ്റു വേണ്ടുന്നതും എല്ലാമേ വൈകാതെ തീർക്കകേളിന്നിയും. ഊക്കനായേടം കുവലയാപീഠത്തെ മേയ്ക്കുന്നവന് വിളിച്ചു മന്ത്രിച്ചതു. നിർത്തുക നീ ഗജം തന്നെ രംഗദ്വാരി കുത്തിച്ചു കൊൽക നന്ദാത്മജന്മാരെയും. ഇക്കഥയെല്ലാം കരുതി നിന്നിടുവിൻ, ചിത്തത്തിൽ മറ്റുമൊന്നും നിനച്ചിടലാം. ഏവം പറഞ്ഞുറപ്പിച്ചു ഭോജാധിപൻ സേവകന ക്രൂരൻ തന്നെ പാണിയും ചേർത്തു പിടിച്ചകം ചേർത്തു മന്ത്രിച്ചു. നീ ഓർത്തിട വേണമെന്നെന്നുടെ വാക്കുകൾ, വീര്യപുമാന്മാർ പരാശ്രയം ചെയ്വീല. കാര്യാതി ഗൗരവം കൊണ്ടു ചൊല്ലുന്നു ഞാൻ. ഇന്ദ്രനും നാരായണനെ ഭജിക്കുന്നു, തന്നെ കാര്യസാധ്യത്തിനെന്നോർക്കെടൂ. നന്ദന്റെ നന്ദനൻ കൃഷ്ണനൻ കാലനൻ നിന്നു ഞാൻ കേട്ടതിനൊന്നുണ്ടുപായവും. ചെന്നു നീ ഗോകുലം ബുക്കവർ തന്നെയും നന്ദനേയും ഘോരസാദീതികളും നന്നായെടുപ്പിച്ചു. രാമകൃഷ്ണന്മാരെ ഇന്നു ധനുർയാഗം കാണുമതിനായി കൊണ്ടു പോനീട വേണമതിനെന്റെ ചിന്തനം തന്നെ അതിനു നീ കൊണ്ടുപോയിടുക. എന്നാൽ അവരിവിടേക്ക് വന്നാലുടൻ ഉന്നത ദന്തിയെ കൊണ്ടു കൊല്ലാമിടൂ. അല്ലെങ്കിൽ മല്ലയുദ്ധം കൊണ്ടു കൊന്നിടാം. ഇല്ലില്ലതിനെന്നു മനസ്സേ തേറു നീ. രാമാദികളെ കൊല ചെയ്തു പിന്നെയും താമസനാം വസുദേവനെ കൊന്നിടാം. പിന്നെ അവൻ തന്റെ ബന്ധുജനത്തെയും എന്നുടെ താതനതിവൃദ്ധനാം അവൻ തന്നെയും കൊല്ലാം. അവൻ പ്രതിപക്ഷമായി നിന്നു. രാജ്യം കൊതിക്കുന്നത് അതിശഠൻ, താതനെ കൊൽവതു കഷ്ടമെന്നോർക്കൊല്ല. താതനല്ലുഗ്രസേനൻ കേൾക്കതൃപ്തം, മാതാരജസ്വലയായിരിക്കും വിധൗ. പ്രീതിയോടെ സഖിമാരുമൊരുമിച്ചു ചെന്നു വനാന്തരം ബുക്കിതുദ്യാനത്തിൽ. ഒന്നൊന്നേ കണ്ടു കാമാർത്തയായിടിനാൾ ഉഗ്രേന്ദ്രമിളനാം ഗന്ധർവനും. അപ്പോൾ ഉഗ്രസേനന്ദന്റെ രൂപം ധരിച്ചവൻ സുഭ്രൂവിലാസിനിയെ കണ്ടു കാമിച്ചു വിഭ്രമിച്ചംഗീകരിച്ചു ഗജം പോലെ
വൃത്താന്തമപ്പോൾ അറിഞ്ഞു മാതാവുടൻ എത്രയും കോപേന ഭർഷിച്ചു ചൊല്ലിനാൾ. ദുഷ്ടനായി നിസ്ത്രപനായ നീ എന്നുടെ നിഷ്ഠയാം ഭർത്തൃവ്രതം നിഷേധിക്കയാൽ നിഷ്ഠൂരനാം നീ നരകീ പതിച്ചു പോം. ക്ലിഷ്ടയായി ഇങ്ങനെ ചൊന്നതു കേൾക്കയാൽ ചൊന്നാൻ ദ്രമിളനും ഗന്ധർവനാമകം. സുന്ദരീ ദേവാംഗനമാർക്ക് യോഗ്യനായി മഞ്ഞിലും വിണ്ണിലുമെല്ലാം ഗമിക്കുന്ന സുന്ദരൻ, ഗീർവാണ സംഘത്തിലുത്തമൻ, ജന്മജരാമരണാദി സംയുക്തരായി കൽമഷരൂപികളായി ഭുവി വാഴുന്ന മാനുഷനാരികളായ നിങ്ങൾക്കിഹ വാനവരായുള്ള ഞങ്ങളെ സിദ്ധിപ്പാൻ ദുർലഭമാകുന്നിതെന്നൊമറിഞ്ഞാലും നല്ലതു സിദ്ധിച്ചതു നിനക്കോർക്ക നീ. ഏവം ദ്രമിളവാക്യം കേട്ടു കോപേന ഭാവം പകർന്നു പറഞ്ഞതു മാതാവും. ഭൂവാരി അഗ്നിവാദാകാശ ചന്ദ്രാർക്ക ദേവദിക്പാലധർമ്മങ്ങൾ സന്ധ്യാദികൾ ഏവരെയും അതിക്രമ്യ ഭവാനിപ്പോൾ ഏവം മലിനമായി മേവുന്ന നേരത്തു ദേവനെന്നാകിലീ വണ്ണം നടക്കുമോ? ഏവം പറഞ്ഞതു കേട്ടു ദ്രമിളനും നിർമ്മലഗാത്രേ കേട്ടിടു ഞാൻ ചൊൽവതു ധർമ്മം മനുഷ്യരിൽ ദേവകൾക്കാമല്ലോ. ധർമ്മമല്ല ദേവകളിൽ നരന്മാർക്കു സന്തതി സംഗമത്തിനുള്ള മാർഗമിതെന്തറിയാതെ പറയുന്നതിത്തരം. ആയതിനാൽ നിനക്കുണ്ടായി ഗർഭവും ആയവൻ പുത്രനായി വന്നു കൂടും ദൃഢം. ശ്രീമാനവൻ ബഹുധീമാൻ മഹോത്സാഹി ഭൂമിവരനായി വരുമെന്നറിക നീ. ഇത്തരം വാക്കുകൾ കേട്ടു മമ മാതാ ചിത്തകോപേന പറഞ്ഞതതു നേരം. നിന്ദിതനായ നിൻ പുത്രനായുണ്ടാകിൽ എന്നുടെ കാന്തന്റെ വംശത്തിലുണ്ടായ നന്ദനന്മാരിലൊരുത്തൻ അവൻ തന്നെ കൊന്നിടുമെന്നതറിയ നീ കശ്മല. എന്നുര ചെയ്തു പോന്നീടിനാൾ മാതാവുമെന്നെ പ്രസവിച്ചതെന്നു കേൾപ്പുണ്ടടോ. മാതാപിതാക്കളും ദുർഭകനെന്നോർത്തു ചേതസേ മോദമില്ലാതെ ത്യജിച്ചിതു കർമ്മബലേന വളർന്നിതു ഞാനിക. തമ്മിലേതും ചർച്ചയില്ലതു മൂലമായി. ഗന്ധർവവംശമെന്മൂലമെന്നോർക്കണം, അന്തകവൃഷ്ണികൾ വംശമതല്ലെന്നും ഏവമെന്നോടറിയിച്ചതു നാരദൻ. പാപമില്ലുഗ്രസേനൻ തന്നെ കൊല്ലുകിൽ മൽഗുരുഭൂതനാകും ജരാസന്ധനും സൽഗുണവാനാം നരകനും ശമ്പരൻ പിന്നെ വിവിധനുമുണ്ടെന്നറിയണം. ഇന്നു ഞാൻ വൈരികളെ കൊല ചെയ്തുടൻ മന്നവനായി ഭുവി സ്വൈരമായി വാഴ്വൻ എന്നതുകൊണ്ടു നീ മിത്രകാര്യാർത്ഥമായി ചെന്നു. ധനുർയാഗകാര്യം നിമിത്തമായി ബാലകന്മാരെയും കൊണ്ടിങ്ങു പോരണം. ചാലേ 14 നാളുണ്ടു യാഗവും. ഏവം പറഞ്ഞുറപ്പിച്ചതു കംസനും
സേവകന ക്രൂരനും കേട്ടു ചൊല്ലിയിടിനാൻ, പോകുവനിന്നു ഞാൻ നിന്റെ നിയോഗത്താലേഖനാം, പോകുവനിന്നു ഞാൻ നിന്റെ നിയോഗത്താലേഖനാം. ദൈവവിധി മതമുണ്ടെങ്കിൽ പാരിൽ ജനിപ്പോർക്ക് അസാധ്യവും സാധ്യമാം. നാരായണൻ കൃപയില്ലെങ്കിലൊന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലോർക്കണം. നാരായണൻ കൃപയില്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലോർക്കണം. ദൈവമതം സർവമെന്നങ്ങിരിക്കിലും നിന്നുടെ കാര്യം വരുത്തുവാനായിക്കൊണ്ടു മന്ദമിന്നെ മുതിർന്നിടുന്നതുണ്ടു ഞാൻ. പിന്നീടമൊക്കെയും നിന്നുടെ ഭാഗ്യമിതെങ്ങനെയാകിലതുപോലെയായി വരും എന്നു പറഞ്ഞു തൽപത്തനം പൊക്കിതു ഗാന്ധിനി നന്ദനൻ കേൾക്ക പിന്നീടവും. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം കേശിവധവും വ്യോമാസുരവധവും തുടരും വരികൾ സഹിതം നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേധക്ഷമസ്വാം. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം കേശിവധവും വ്യോമാസുരവധവും തുടരും വരികൾ സഹിതം നാളെ. നമസ്തേ.